Hi friends, welcome to Post Magic. Today we are discussing about remotely managed franking machine, that is RMFM. In previous classes we studied about franking machine, that is all electronic franking machine, close 11. So today we are discussing about RMFM, remotely managed franking machine. What is franking machine? A postal franking machine is a stamping machine intended to stamp impressions of dice of approved design on private and official postal article in payment of postage and postal fees. Simply, a postal franking machine is a stamping machine. This machine have two dice, that is value die and a license die. So, RMFM, that is remotely managed franking machine. Remotely managed franking machine was introduced from 16th August 2010. RMFM was introduced from 16th August 2010. DigiFrank Plus is the name given to RMFM. There are many terms in RMFM, that is OEM, that is Original Equipment Manufacturer, CRN, Customer Reference Number, FMU, Franking Machine User. RMFM generate 2D barcode. റിമോട്ട്ലി മാനേജ്ഡ് ഫ്രാങ്കിങ് മെഷീനിൽ 2D ബാർകോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. RMFM ഇൻട്രൊഡ്യൂസ് ചെയ്തത് 16th August 2010 അതറിയപ്പെടുന്നത് ഡിജി ഫ്രാങ്ക് പ്ലസ് എന്നാണ്. പിന്നെ അതിൽ കുറച്ച് ടേംസ് ഉണ്ട്, OEM, CRN, FMU എന്ന് പറഞ്ഞിട്ട്. OEM ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചർ, CRN കസ്റ്റമർ റെഫറൻസ് നമ്പർ, FMU ഫ്രാങ്കിങ് മെഷീൻ യൂസർ. RMFമിന്റെ കോമൺ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഫ്രാങ്കിങ് ഇംപ്രഷൻ ഈസ് എ ബ്ലൂ ഇൻ കളർ. ഫ്രാങ്കിങ് ഇംപ്രഷന്റെ കളർ ബ്ലൂ ആണ്. ദെൻ ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് ഓൺലി വൺ. ലൈസൻസ് ഫീ ₹375 ഫോർ 5 years. RMFമിന്റെ ലൈസൻസ് എടുക്കാനായിട്ട് ₹375 ആണ് 5 വർഷത്തേക്ക്. ദെൻ ഫസ്റ്റ് ഡിപ്പോസിറ്റ്സ് മിനിമം ₹2000. ദെൻ സബ്സിക്വന്റ് ഡിപ്പോസിറ്റ്സ് മിനിമം ₹1000, മൾട്ടിപ്പിൾസ് ഓഫ് ₹100. The license can be renewed any time before 11 months from date of expiry till date with a renewal fee of ₹375. അതായത് ലൈസൻസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിന്യൂ ചെയ്യാം. അതായത് 11 മാസത്തിന് മുമ്പ് എന്താണ് റിന്യൂ ചെയ്യാം. The license can be renewed any time before 11 months from date of expiry till date with a renewal fee of ₹375. റിന്യൂവൽ ഫീ ആയിട്ടുള്ള ₹375 കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, റിന്യൂ ചെയ്യാം. Then renewal fee for expired license is ₹475. Penalty fee ₹100. അതായത് റിന്യൂവൽ ഫീ ഫോർ എക്സ്പയർഡ് ലൈസൻസ്, അതായത് ലൈസൻസ് എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ ₹475 കൊടുക്കണം. അതിൽ ₹100 എന്താണ്, പെനാലിറ്റി ആണ്. എക്സ്പയറി ആവുന്നതിന് മുമ്പാണ് നമ്മൾ റിന്യൂ ചെയ്യണമെങ്കിൽ ₹375, എക്സ്പയറിക്ക് ശേഷമാണെങ്കിൽ ₹475. പെനാലിറ്റി എത്രയാണ്, ₹100. അങ്ങനെയാണ് അതിൻ്റെ ഫീ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഫ്രാങ്കിങ് ഇംപ്രഷന്റെ കളർ എന്താണ്, ബ്ലൂ കളർ ആണ്. ഓൾഡ് ആയിരുന്നെങ്കിൽ റെഡ് കളർ ആയിരുന്നു. എത്ര ഓഫീസിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും, ഓൺലി 1 ഓഫീസ്. അതിന്റെ ലൈസൻസ് ഫീ എന്ന് പറയുന്നത് ₹375 ആണ്. There are 4 types of franking machines are available: Neoposter, Pitney Bowes, Coriander, Franco type, Postalia. ഇങ്ങനെ 4 ടൈപ്പിലുള്ള ഫ്രാങ്കിങ് മെഷീൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിയോപോസ്റ്റർ, പിറ്റ്നി ബോസ്, കോരിയൻഡർ, ഫ്രാങ്കോ ടൈപ്പ്, പോസ്റ്റാലിയ. നെക്സ്റ്റ് RMFമിന്റെ പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ റിമോട്ട്ലി മാനേജ്ഡ് ഫ്രാങ്കിങ് മെഷീൻ കൈകാര്യം ചെയ്യേണ്ടത്, വാങ്ങേണ്ടത് എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. ഫസ്റ്റ് പ്രൊസീജിയർ ആയിട്ട് പറയുന്നത്, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഓതറൈസ് ചെയ്തിട്ടുള്ള ഫ്രാങ്കിങ് മെഷീൻ വെൻഡേഴ്സ് ഉണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് ഈ ഫ്രാങ്കിങ് മെഷീൻ യൂസർ ഒരു ഡിജി ഫ്രാങ്ക് പ്ലസ് മെഷീൻ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു മോഡൽ വാങ്ങണം. അതിനുശേഷം എന്ത് ചെയ്യണം, after the purchase of the machine, the franking machine user shall deposit in any post office the license fee, that is ₹375 for 5 years. അതായത് പർച്ചേസിന് ശേഷം ആ യൂസർ എന്ത് ചെയ്യണം, ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ ₹375 കൊടുത്ത് അതിന്റെ ലൈസൻസ് എടുക്കണം. ലൈസൻസിന് അപ്ലൈ ചെയ്തതിന് ശേഷം ലൈസൻസിങ് അതോറിറ്റി ലൈസൻസ് എല്ലാം കൊടുക്കും, ഒരു എല്ലാം വിത്ത് ആപ്ലിക്കേഷൻ ഫോം അവരത് ലൈസൻസ് കൊടുക്കും.
ആ ലൈസൻസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഫ്രാങ്കിംഗ് മെഷീൻ യൂസർ franking machine user shall also deposit an advance for first setting of minimum amount of rupees 2000. അതായത് നമുക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഫ്രാങ്കിംഗ് മെഷീൻ യൂസർ എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കൊടുക്കണം. എത്രയാണ്? 2000 റുപ്പീസ് ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞ് ലൈസൻസിങ് അതോറിറ്റി നമുക്ക് എന്ത് തരും? സർട്ടിഫിക്കറ്റ് ഓഫ് ലൈസൻസ് വിത്തിൻ 10 വർക്കിംഗ് ഡേയ്സ്, അതായത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആ ലൈസൻസിങ് അതോറിറ്റി നമുക്കൊരു ലൈസൻസ് ഇഷ്യൂ ചെയ്യും. Then the franking machine shall ideally be ready for use within 14 working days. 14 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫ്രാങ്കിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിന്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണ്? റിന്യൂ ദ ലൈസൻസ് വിത്തിൻ 5 വർക്കിംഗ് ഡേയ്സ്. അതായത് ലൈസൻസിങ് അതോറിറ്റി ആണ് നമുക്കത് റിന്യൂ ചെയ്ത് തരുന്നത്. എങ്ങനെയാണ്? 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ, അതായത് എക്സ്പയർഡ് ആവുന്നതിൻ്റെ എന്താണ്, നമ്മളൊരു ഫോമും ആപ്ലിക്കേഷൻ ഫോമൊക്കെ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ 5 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യും? റിന്യൂ ചെയ്ത് തരും. അതുപോലെ തന്നെ റീഫണ്ട് ഉണ്ട്. റീഫണ്ട് വിൽ ബി മെയ്ഡ് ഫോർ എനി ഇംപ്രഷൻസ് മെയ്ഡ് ഇൻ എറർ. അതായത് എന്തെങ്കിലും എററോ, ആ ഇംപ്രഷനിൽ എന്തെങ്കിലും എററോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 month ഓഫ് ദ ഡേറ്റ് ഓഫ് ഇംപ്രഷൻ, ആ ഇംപ്രഷൻ ചെയ്തിട്ട് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എന്താണ്, അതിൻ്റെ റീഫണ്ടും നമുക്ക് കിട്ടും. അതാണ് ഈ RMFന്റെ പ്രൊസീജിയർ പറയണത്. സിമ്പിൾ ആയിട്ടുള്ളൂ. എന്താണ്, ഒരു ഡിജി ഫ്രാങ്ക് പ്ലസ് മെഷീൻ നമ്മൾ വാങ്ങണം. അതിനുശേഷം എന്താണ്, ലൈസൻസിങ് ഫീ ആയിട്ടുള്ള 375 റുപ്പീസ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിംഗ് മെഷീൻ യൂസർക്ക് നമുക്ക് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. പിന്നെന്താ, ഒരു ഇനീഷ്യൽ ഡിപ്പോസിറ്റ്സ് ആയിട്ടുള്ള 2000 റുപ്പീസ് കൊടുക്കണം. ദെൻ ലൈസൻസിങ് അതോറിറ്റി നമുക്ക് എന്താണ്, ലൈസൻസ് ഇഷ്യൂ ചെയ്യും വിത്തിൻ 10 ഡേയ്സ്. പിന്നെന്താണ്, ആ ഫ്രാങ്കിംഗ് മെഷീൻ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നത് എന്താണ്, വിത്തിൻ 14 വർക്കിംഗ് ഡേയ്സ്. ലൈസൻസ് റിന്യൂ ചെയ്യണത് വിത്തിൻ 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിന്യൂ ചെയ്യണം. പിന്നെന്താണ്, റീഫണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സോ, ഐ ഇംപ്രഷൻ്റെ മിസ്റ്റേക്സോ, റാപ്പറിലോ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് റീഫണ്ട് കിട്ടും. വിത്തിൻ 1 മന്തിനുള്ളിൽ റീഫണ്ടും കിട്ടും. അപ്പോൾ ഇതാണ് RMFMനെ കുറിച്ച് പറയാനുള്ളത്. റിമോട്ട്ലി മാനേജ്ഡ് ഫ്രാങ്കിംഗ് മെഷീൻ. അതിൻ്റെ ഇംപ്രഷൻ്റെ കളർ എന്താണ്? ബ്ലൂ കളർ ആണ്. സോ താങ്ക് യു.